അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെയിലൊക്കെ ഉണ്ട്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഇല്ല നമ്മളവിടെ. രാജൻ ഇന്ന് പണി ലീവാണ്, പിന്നെ അമ്മോന് ഇന്ന് ക്ലാസ്സില്ല കേട്ടോ. പിന്നെ അപ്പൂസ് പോയിട്ടുണ്ട്, എത്തിയിട്ടില്ല. 4 മണി ആവാറായിരുന്നു. കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞേ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. തുടങ്ങണം പണി. തിരുമ്പാനൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലൈവ് ഇട്ടിട്ട് എന്താ വെച്ചിട്ടാ, ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചത് ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. നമ്മൾ ആദ്യമായിട്ട് പിന്നെ നമ്മളങ്ങനെ അറിയൊന്നുമില്ലല്ലോ, അപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ ഞാനങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്താ പറയുക, നമുക്കിവിടെ റേഞ്ചിൻ്റെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ. കാരണം 2 ആളുടെ മെസ്സേജ് മാത്രം വന്നു, പിന്നെ എനിക്കൊന്നും അതിലില്ല, കാണുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവരൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞു, കുറേ ഇങ്ങനെ ഒരുപാടൊന്നും എന്നാലും കുറേയൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ മറുപടി ഒന്നും കൊടുക്കണില്ല പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് കാണുന്നില്ല. ഞാൻ എന്നിട്ട് ആരും ഇല്ല വെച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഇതിലേക്ക് കമൻറ്റ് അയച്ചവരൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ ഞാൻ തന്നെ ക്ഷമ ചോദിക്കുക കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലൈവിലേക്ക് അവർ വന്നിട്ട് പക്ഷേക്ക് ഒന്നും പറയാനും ഒന്നിനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നിർത്തി. പിന്നെന്താ ആരും ഇല്ലാണ്ട് എന്താ വെച്ചിട്ടേ. പക്ഷെ നമ്മൾ ആ അടുക്കാണ്ട് അപ്പുറത്താണെങ്കിൽ പിന്നെയും കുറച്ചൊരിതുണ്ട് കേട്ടോ, റേഞ്ചും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിനി ഞായറാഴ്ച എപ്പോഴേലൊക്കെ നടണം. ഞായറാഴ്ച ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട്, ഇവിടെയാണ് കുറച്ച് വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാണേ. അപ്പുറത്താകുമ്പോൾ ഒരു വലിയ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയായിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. എന്നാലും ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ ആ കോണിമ കയറിയിട്ട് വീഡിയോ എടുത്ത കാര്യമൊക്കെ പറഞ്ഞു, വീഴുന്ന കാര്യമൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് സന്തോഷം കേട്ടോ, കാരണം നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണാത്ത ആൾക്കാരാണ് നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആരും അങ്ങനെ വല്ലാണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ആയി കുഴികളെ. അപ്പോൾ രാജേട്ടനെ കോഴികളെ വിടേണ്ട കാര്യം പറയാം. കോഴികളെ 3 തള്ള കോഴികളെ ഇടാൻ വെച്ച് 5 എണ്ണത്തിന് വെച്ചിരുന്നു. അതിൽ 4 എണ്ണത്തിൻ്റെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ആയിരുന്നു കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് വിടാനേ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ വീടിനെ ശ്രദ്ധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കങ്ങനെ അറിയില്ല, ഒരുപാടല്ലോ ഒരാളെന്നെ നല്ലത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്കിനി അടുത്ത ലൈവ് ഇടുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം മാറിയിരുന്നു നോക്കാം. അപ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയാണ് ഉള്ളിലല്ലാത്തത്. പിന്നെ ഇപ്പോൾ എന്താണ് വിശേഷം? ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കുറച്ചും കൂടെ വെക്കണം. ഇന്നിപ്പോൾ ഇറച്ചി മീനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. മീൻ വറുത്തുണ്ടായിരുന്നു, അത് എടുത്തിട്ടില്ല. ഇന്ന് നമ്മളെ അമ്പലത്തിലെ കുന്നക്കാവ് തറവാടിൻ്റെ അവിടെയുള്ള അമ്പലമുണ്ട്, അവിടെ പോകണം, വൈകിട്ടൊന്ന് പോകണം. അവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്, ഗണപതിക്ക് ഒറ്റ കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിൽ തൊഴുതു പോകാൻ വെച്ചിട്ടേ അമ്മൂനോടൊക്കെ പറഞ്ഞു. അപ്പോസ് പിന്നെ സ്കൂളിൽ പോയതല്ലേ, അവന് ചിലപ്പോൾ കുട്ടികൾ ഷെയർ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂട്ടോ, കറികളൊക്കെ. ചിലപ്പോൾ ചിക്കനും മീൻ എന്തെങ്കിലും കഴിക്കുക വാങ്ങണമെങ്കിൽ ഉണ്ടാവില്ല. അമ്മവും ഞാനും രാജനൊക്കെ പോകണമെന്നിട്ടാണ്. അപ്പം ഇനി തിരുമ്പി കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാവണം. ഞാൻ അവിടെ കാണിച്ചു തരാം സാധനം. കഴുകാനുള്ളത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. ചായ കുടിച്ചിട്ടേ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വെച്ചതാ അവിടെ. നമ്മുടെ വാഴക്കൊലല്ലേ, അത് പഴുത്തുട്ടാ. കൊല വേണ്ട, ഇത്ര പഴുത്ത്, വേഗം പഴുത്തു. അതിന് കുറച്ച് തറവാട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഭംഗിയില്ലേ കാണാൻ. ആവശ്യത്തിന് ചെറിയ പക്ഷികളെ കണ്ടാലേ എന്താ പറയാ, കൊത്തും. നമ്മളെ കോഴികളവിടെ കൊത്തുണ്ട്. ഈ ഒരെണ്ണം കൂട്ടി കിടന്നിട്ടേ കുഞ്ഞിട്ടുണ്ടോ സുന്ദരി അല്ലേ, സുന്ദരി വാവേ. 4 ആളും വിരിഞ്ഞുള്ളൂ. 4 മുട്ടകളെ വെച്ചിട്ടുള്ളൂ കേട്ടോ, മുട്ടയെ വിരിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താ അറിയോ, നമുക്ക് ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ. ഒരു കൊത്തുകൂടെ തമ്മിൽ അവരെ കുട്ടികളെ മാറുമ്പോഴേ നമ്മുടെ തറവാട്ടമ്മ, ഇതാണ് നമ്മുടെ തറവാട്ടമ്മ, വയസ്സായ അമ്മയാണ്. അപ്പോൾ
നമുക്ക് 4 ഉണ്ട്. 4 ചവള കുട്ടികളൊന്നല്ല, അതൊക്കെ മാറിയണ്ണു. കുട്ടികളൊക്കെ തമ്മ മാറിയണ്ണു. സുന്ദരി സുന്ദരി ഇതൊക്കെ നോക്കണ കഴിക്കാൻ നോക്കണ എന്താ നോക്കണേ? എന്താ എന്താ ഇങ്ങനെ തിരുമ്പാനൊക്കെ നോക്കട്ടെ. അമ്പലത്തിലേക്ക് പോവാട്ടോ. ഇപ്പോൾ 6 മണി ആവാറാണ്. അപ്പോൾ ഇവിടെ വിളക്കൊക്കെ വെച്ച് അപ്പോസ് എല്ലാവരും പോകുന്നുണ്ടോ. സാരി കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മയുടെയാണ്. അമ്മ മരിച്ചിട്ട് 10 കൊല്ലമായി. അമ്മയുടെ ഒരു ഓർമ്മയ്ക്ക് ഇട്ടു കേട്ടോ. ഇതിടുമ്പോൾ നമുക്ക് ആ അമ്മയുടെ ഒരു ഫീറ്റ് കിട്ടും. നമ്മൾ അതിന് കുറേയൊക്കെ എത്ര വരെ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ പോട്ടെ. നമ്മൾ അമ്പലത്തിൽ നമ്പൂതിരി വന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ല വഴുക്കലുണ്ട്, നോക്കിയിട്ട് നല്ല വഴുക്കലുണ്ട് അവിടെ. മഴ പെയ്യതാകൊണ്ട് നല്ല വഴുക്കല. കാലൊക്കെ കഴുകാച്ചിട്ട് നല്ല വഴുക്കലാണ് മഴ അതാവുകൊണ്ട്. ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. മഴയിട്ടേ നല്ല പോലെ കാട് പിടിച്ചത് നമ്മളവിടെ. നമ്മൾ ഈ മലക്കൊക്കെ മാലിടുമ്പോൾ സമയത്ത് ഭജനയൊക്കെ ഉണ്ടാവും ഇപ്പോൾ രാത്രി. അത് കഴിഞ്ഞ് നമ്മൾ വലത്ത് വെച്ചൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ക്ലീനാക്കട്ടോ. ഇപ്പോൾ മഴ പെയ്യുണ്ടാവുന്നു, അതെല്ലാം പൊല്ലാണ്. എന്നൊക്കെ പോവല്ലേ സാധാരണത്. നമ്മൾ അമ്പലത്തിൽ പോയിട്ടേ കുറച്ച് നേരമായിട്ട് എത്തിയിട്ട്. അപ്പോൾ പോയി വരുമ്പോൾ തറവാട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് പോകുന്നത്. അതിന് പ്രസാദമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാച്ചിട്ടേ കുറേ ആയിട്ടോ മക്കൾ പറയുന്നു ഇവിടെ എന്തെങ്കിലും മന്തി റൈസ് മേടിക്കാൻ വേണ്ടിയിട്ടേ. മന്തിൻ്റെ നിങ്ങൾ പറയാ. അപ്പോൾ ഇന്ന് മേടിച്ചതാണ് ഞാനിട്ട് വരുമ്പോൾ. നമ്മളാണ് പുറത്തൊന്നും പോയി കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 3-4 മാസമൊക്കെ ഉണ്ടാവുമല്ലോ മേടിച്ചിട്ട്. അപ്പോൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആപ്പല്ലേ ആപ്പാ തോന്നുന്നു. ഒന്നതി രാത്രിയല്ലേ. ഞാൻ പിന്നെ കുറച്ച് ചോറുണ്ട് കേട്ടോ. എനിക്ക് വിശപ്പ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോറും രാവിലെ പരിപ്പും ചേമ്പും രണ്ടും കൂടെ കറി വെച്ചായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല. 9 മണിയായിരുന്നു സമയം. അത് കഴിക്കട്ടെ വെച്ചിട്ടേ എന്നാലും കഴിക്കാനൊക്കെ കേട്ടോ. ആപ്പ് മേടിച്ചാൽ മക്കൾ കുറേ ആയി പൂതി പറയും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് അത്ര ടേസ്റ്റ് കിട്ടില്ല. കടയിൽ നിന്നാകുമ്പോൾ ഒരു എപ്പോഴൊന്നും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലും കടയിൽ കഴിക്കാം. നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ടോ. ഇത്രയും കിട്ടിയല്ലോ. അതിലൊക്കെ പീസ് നല്ല അടിപൊളി കേട്ടോ. നമുക്കിനി ഇങ്ങനെ ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കില്ലേ, ഗ്രില്ല് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി കഴിക്കട്ടെ. പിന്നെ എന്താ പറയുക വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആ ലൈവ് അതെല്ലാവർക്കും എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കും വേണം. അതാ എന്താ പറയുക റേഞ്ചിൻ്റെ പ്രശ്നം കാരണമാണ് എനിക്ക് പറ്റാഞ്ഞത് കേട്ടോ എടുക്കാൻ. അറിയാത്തതാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കണം കേട്ടോ. അപ്പം അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.